സിദ്ധു അങ്ങോട്ട് പോണ്ടെന്നാണ് എന്റെ അഭിപ്രായം. പോലീസ് അന്വേഷണം കഴിഞ്ഞ് കാര്യങ്ങൾ ലോകം അറിയട്ടെ. എല്ലാത്തിനും വ്യക്തത വന്നിട്ട് തമ്മിൽ കാണുന്നതല്ലേ നല്ലത്. അല്ല പ്രഭേ, വൈകുന്ന ഓരോ സെക്കൻഡിലും ബലരാമനിൽ തെറ്റിദ്ധാരണ കൂടുകയാണ്. അത് തെറ്റിദ്ധാരണയാണോ ശരിയായ ധാരണയാണോ എന്ന് അന്വേഷണം കഴിഞ്ഞാലല്ലേ അറിയാൻ പറ്റുള്ളൂ. എന്തായാലും ഇത്രയായി. ചീത്തപ്പേരും കേട്ടുകഴിഞ്ഞു. ചന്ദ്രോത്ത് പോലീസ് കയറി എന്നെ ചോദ്യം ചെയ്യാനും കൊണ്ടുപോയി. ഇത്രയായില്ലേ? ഇനി മുഴുവനാവട്ടെ, എന്നിട്ട് പോയാ മതി. എല്ലാവരുടെയും കൈകൾ ശുദ്ധമാണെങ്കിൽ അന്തസ്സായിട്ട് ചോദിക്കാലോ, ബലരാമ ഇപ്പം മനസ്സിലായില്ലേന്ന്. ഇപ്പൊ അങ്ങോട്ട് പോയാൽ രക്ഷപ്പെടുന്നതിന് വേണ്ടി കാലു പിടിക്കാൻ പോകുന്നത് പോലെയാകും. ഏയ് നെവർ. അന്വേഷണം അന്വേഷണത്തിന്റെ വഴിക്ക് തന്നെ നടക്കട്ടെ. ഇത് അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയല്ല, ബന്ധങ്ങൾ കൈവിട്ടു പോകാതിരിക്കാൻ വേണ്ടിയാ. ഇപ്പൊ തന്നെ നിങ്ങളുടെ ബിസിനസിന്റെ ഒരു രേഖ ഒപ്പുവെക്കണം. രണ്ടുപേരും ഒപ്പിടണ്ടേ? എന്തു ചെയ്യും? ആരാരെ വിളിക്കും? നൂലാമാലകൾ ഒരുപാടുണ്ട് സിദ്ധു. ബന്ധം നിലനിർത്തുക, ബാക്കിയൊക്കെ പിന്നെ. ഞാൻ പറയേണ്ടത് പറഞ്ഞു, ബാക്കി ഇനി നിങ്ങളുടെ ഇഷ്ടം. സിദ്ധുവിന്റെ അഭിപ്രായം എന്താ? നമുക്ക് പോവാം, ബലരാമനെ കാണാം. അതാ നല്ലത്. താൻ വേഗം റെഡിയാവും. നമുക്കിപ്പോ തന്നെ ഇറങ്ങാം. എലിയമ്മച്ചേ, പറഞ്ഞ സാധനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. താറാമുട്ടേ, വൈകുന്നേരം വാങ്ങിക്കാം. മതി മതി. ഇവളോട് പോയി ഓളെ. എലിയമ്മച്ചേ, എന്താ എസ്തപ്പാനെ? മോളന്തേ? അപ്പുറത്തെ പറമ്പിലോട്ട് പോയി. നിന്നെ വീണ്ടും പുറത്തേക്ക് ഇറങ്ങാൻ അനുവദിച്ചെന്തിനാ? ആ ദേവിക മോളാ കൂട്ടിക്കൊണ്ടുപോയെ. ആ പെണ്ണിന്റെ കൂടെ നിന്നെ എന്തിനാ പറഞ്ഞോട്ടെ? ആ പെണ്ണ് ഓടിപ്പോയാലേ അവള് വാ പൊളിച്ചിരിക്കും. ആദ്യം എസ്തപ്പാൻ അങ്ങോട്ട് ഇന്ന് നോക്ക്. ചെല്ലി. ഇന്ന് അവക്ക് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് രണ്ട് മൂന്ന് 25 26 27 28 40 41 42 47 48 49 50. ഒളിച്ചാലും ഒളിച്ചില്ലേലും സാറ്റേ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.